പൊന്നു മക്കളെ, വീടൊക്കെ പൂട്ടി ഞാൻ നേരെ പോകുന്നത് നമ്മുടെ എസ് ആഡിറ്റോറിയം ആദ്യക്കാട്ടുളങ്ങരയിലോട്ടാ. അവിടെ ഒരു കല്യാണം ഉണ്ടേ. അങ്ങനെ നേരെ ഞാൻ അവിടെ ചെന്നു. ഒടുക്കാലത്തെ തിരക്ക്, എന്തൊരു തിരക്കാണ്, നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്രയും തിരക്ക്. ഇവരൊക്കെ ഒന്ന് മാറി തന്നായിരുന്നു, കല്യാണവും കാണാമായിരുന്നു, അവിടെ കാണാൻ പോയി ഒരു മൂലയ്ക്ക് എനിക്കിരിക്കായിരുന്നു. അങ്ങനെ പറഞ്ഞ ആ ചെറുക്കനെയും കൂട്ടരെയും കണ്ടപ്പോഴല്ലേ ആ കാര്യം മനസ്സിലായി. ചെറുക്കനും കൂട്ടരും വന്നതേ ഉള്ളു, അവരുടെ ആൾക്കാരുടെ തിരക്കാണ് ആ കണ്ടത്. നമ്മളും അതിൻ്റെ പുറകിന് കേടിച്ചാടി ചെന്നുകൊണ്ടാണ് ഈ തിരക്കിൽ പെട്ടുപോയത്. അങ്ങനെ ഞാനൊരു കസാര നോട്ടം വിട്ട്, ആ കസാരയ്ക്ക് വേണ്ടിയായിരുന്നു അടുത്ത എൻ്റെ ഊഴം. അങ്ങനെ നോക്കി നോക്കി കുറേ നേരം നിന്നപ്പോഴത്തേക്ക് എനിക്കൊരു കസാര സെറ്റായി. ഞാൻ നേരെ ആ കസാര കയറിയിരുന്നു. ഇതിനകത്താണെങ്കിൽ ഭയങ്കര പാട്ടും മേളവും ബഹളവും എന്ന് വേണ്ട ഭയങ്കര കല്യാണം. പെണ്ണ് വരാൻ നേരത്തേക്ക് ഭയങ്കര ഡാൻസിൻ്റെ ബഹളം. നമ്മൾ പെണ്ണുകൂട്ടരുടെ ആൾക്കാരാണ് കേട്ടോ, പെണ്ണിൻ്റെ കല്യാണമാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ നമ്മൾ അതിനാണ് പോകുന്നത്. പിന്നെ നിങ്ങൾ ആലോചിക്കും സോനു നന്ദു എന്തെന്ന്. ഞാൻ അവരെ കൊണ്ടുപോയില്ല, അവർ വീട്ടിലുണ്ട്. കാരണം സോനു ആണെങ്കിൽ ബീഫ് ബിരിയാണി തിന്നത്തില്ല, നന്ദുവിനെ കൊണ്ടുപോകാൻ സോനു തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അവളെ മറ്റൊക്കെ കൂട്ടിന് അവിടെ ഇരുത്തിയിട്ടാണ് നേരെ കല്യാണത്തിന് തന്നെ. പിന്നെ പെണ്ണ് വരുന്നതിൻ്റെ ഡാൻസ് കണ്ടുകൊണ്ടിരുന്നു, നല്ല രസമായിരുന്നു, ഡാൻസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞാനിങ്ങനെ വീഡിയോസിൽ മാത്രമേ ഡാൻസൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഡാൻസൊക്കെ ഞാൻ കാണുന്നത്. അങ്ങനെ അത് നോക്കി ആസ്വദിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. പെണ്ണിനെ കാണാനുള്ള അതല്ലേ നമ്മൾ മെയിൻ ലക്ഷ്യം. പിന്നെ ഇടയ്ക്കൊന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പെണ്ണിനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഞാൻ കണ്ട്. പിന്നാണേ നമ്മുടെ നാട്ടിലെ കല്യാണമായതുകൊണ്ട്, നമ്മുടെ കൂടെ പഠിച്ച കുട്ടിയുടെ കല്യാണം ആയതുകൊണ്ടും നമ്മളുടെ കൂട്ടുകാർ മൊത്തം ചേർന്നൊരു കല്യാണമാണ്. അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും 10ാം ക്ലാസ്സിലെ കുറേ കൂട്ടുകാർ. പിന്നെ എല്ലാവരെയും കണ്ട് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ അങ്ങ് ഇരുന്നപ്പോൾ പിന്നെ നല്ല ഡാൻസ്. പിന്നെ കുറേ വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ചിന്നു കല്യാണം കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ചിന്നുവിൻ്റെ മുഖത്തുണ്ട്. പിന്നെ ഡ്രസ്സ് അത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. ആ വൈറ്റ് ഗൗണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നേരെ ബ്രൈഡ് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോഴോ ചെറുക്കനെ വെറുതെ വിടുവോ ഡാൻസുകാർ, അവിടെയും ഡാൻസ്. അങ്ങനെ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു. ഓഡിറ്റോറിയം മൊത്തം ആൾക്കാരായിരുന്നു. ഇനിയും ആ താലികെട്ടും പിന്നെ എന്താണ്, അല്ല താലികെട്ടല്ലല്ലോ അത് നമുക്ക്, ഇത് മഹർ കൊടുപ്പും അത് കഴിഞ്ഞിട്ട് പിന്നെ പാലും അതെല്ലാം കൊടുത്തിട്ട് വേണം നമുക്ക് ഫുഡ് അടിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുവാണ്. അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഇത് പെണ്ണിൻ്റെ ഫാമിലിയാണ് അവിടെ നിൽക്കുന്ന എല്ലാവരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓർത്ത് ഇത് കണ്ടിട്ട് പോകാൻ, കാരണം നമ്മൾ കല്യാണത്തിന് വന്നാൽ കല്യാണം കാണണ്ടേ. ഇത് ആ ചേട്ടൻ്റെ പെങ്ങളാണ് മഹർ കൊടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർ റൊമാൻറ്റിക് ഡാൻസൊക്കെയാണ് ഞാൻ കണ്ട ഇങ്ങനെ പെൺപിള്ളേർ അല്ലാതെ. അങ്ങനെ ഇത് മഹർ കൊടുക്കാൻ ഇങ്ങനെ കയ്യിലാണ് ആ താലിമാല കൊടുക്കുന്നത്. ആ താലിമാല ചെറുക്കൻ പെണ്ണിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ കഴുത്തിലിടുന്നത് ചെറുക്കൻ്റെ പെങ്ങളാണ്. അത് കഴിഞ്ഞ് പെണ്ണിൻ്റെ അമ്മയാണ് പാല് കൊടുക്കുന്നത് ചെറുക്കനും പെണ്ണിനും. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലേ, എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാണ്. ഞാൻ ഇന്നിതെല്ലാം കണ്ടാണ് ഇതെല്ലാം. ഇതിനകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് വലിയ ചൂട് അനുഭവപ്പെടാത്തത്. കാരണം ഇതിനകത്ത് ഫാനും എ സി എല്ലാം ഉണ്ട്. പക്ഷെ വെളിയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ്. ഈ കല്യാണം ഉച്ചയ്ക്ക് 12:45. അപ്പോൾ പിന്നെ അറിയാലോ പുറത്തെ വെയിലിനെക്കുറിച്ചും ചൂടിനെക്കുറിച്ചും. ഇതിനകത്ത് എ സിയും ഫാനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിനകത്ത് എങ്ങനെയോ പിടിച്ചിരിക്കുന്നത്. ഈ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. പുറത്തെ ചൂടിനെക്കുറിച്ച് ആലോചിച്ച് ഇറങ്ങാനേ തോന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ, എത്ര നേരം എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കും. പിന്നെ നമ്മുടെ മെയിൻ ലക്ഷ്യം ഫുഡ് അടിയാണല്ലോ, അതും കൂടെ കഴിഞ്ഞിട്ട് വേണ്ടായ നമുക്ക് തിരിച്ച് വീട്ടിലെത്താം. അങ്ങനെ മഹർ കൊടുപ്പും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആഘോഷം എല്ലാം കണ്ടോ. കാരണം 1-2 വർഷത്തെ പ്രണയമല്ല, ഒരുപാട് വർഷത്തെ പ്രണയമാണ് ഇവിടെ പൂവണിഞ്ഞത്. അതിൻ്റെ ഒരു സന്തോഷം അവർക്ക് ഇല്ലാതിരിക്കുമോ. അങ്ങനെ അവരോടെല്ലാം പറഞ്ഞു, വാ നമുക്ക് ഇനി ഫുഡ് കഴിക്കണ്ടേ, ഫുഡല്ലേ മെയിൻ. നമ്മളൊരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മെയിൻ നമുക്ക് ഫുഡ് കഴിക്കാന്നുള്ളത്. അപ്പം ഈ മുസ്ലിം കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ പറയാതിരിക്കണോ, നല്ല ബിരിയാണിയൊക്കെ കഴിക്കാമല്ലോ. അങ്ങനെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായി പോകുന്നിടത്തോട്ട്. അപ്പോൾ ഒന്ന് തിരക്ക് കുഴഞ്ഞ് നമുക്ക് പോകാമെന്ന് ഓർത്ത് അങ്ങനെ നമ്മൾ എണ്ണീറ്റ് പോകാൻ തുടങ്ങി. പക്ഷേ ഇടികൊണ്ടാണ് നമ്മൾ അവിടെ വരെ എത്തിയത്. അതുമാത്രം ആൾക്കാരാണ്. അവിടെ ചെന്നപ്പോഴോ ഒരു സീറ്റ് പോലും ഇല്ലായിരുന്നു കാലിയായിട്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് കഴിച്ച് കഴിയുമ്പോഴത്തേക്കേ ഈ കസേരയുടെ പുറയിൽ ഇങ്ങനെ
പിന്നെ ഈ കസാരയുടെ പുറകെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ കസാരയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, എന്നാലല്ലേ ഇരിക്കാൻ പറ്റൂ, എന്നിട്ട് വേണ്ടേ നമുക്കും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ കസാര തിരക്കി നടന്നിട്ടൊന്നും നമുക്ക് കസാര കിട്ടില്ല, കാരണം എല്ലാവരും പുറകെ നിൽക്കുക. അങ്ങനെ ഞാൻ ഓർത്തെന്നാൽ നമുക്ക് അടുത്ത പന്തിക്ക് കയറാമെന്ന് ഓർത്തു. അത്രയും ചൂടത്ത് നിൽക്കേണ്ട, അവർ കഴിക്കട്ടെന്ന് ഓർത്തു. ചൂടെന്ന് പറഞ്ഞാലും പോരാ, ആവി പുഴുങ്ങിയെടുക്കും, കഴിക്കാൻ പറ്റാത്ത ചൂട്. വീശിയിട്ടെങ്ങാണോ ഏക്കോ, എന്തൊരു ചൂടാ. കുറച്ച് തണുത്ത വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു. കാരണം ഇപ്പോഴത്തെ വെയിലും ചൂടും, പിന്നെ നമ്മൾ ഒരുങ്ങി ഇങ്ങനെയൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ പോയാൽ പിന്നെ പറയണ്ട. ഞങ്ങൾ ചൂട് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആദ്യത്തെ പന്തിയും കഴിഞ്ഞു, രണ്ടാമത്തെ പന്തിയും കഴിഞ്ഞു, മൂന്നാമത്തെ പന്തിയും കഴിഞ്ഞു. ഇനി നാലാമത്തെ പന്തിയിലെ ആൾക്കാരാണ് കഴിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഓർത്ത് ഇനിയും നമ്മൾ വെളിയിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്കും കസാര കിട്ടത്തില്ല. കണ്ടോ, എല്ലാവരും പുറകെ വന്ന് ഇങ്ങനെ കാത്തിരിക്കുവാണ് കഴിക്കാൻ. അപ്പം നമ്മളും ഇങ്ങനെ വേറെ പുറകിൽ ഇങ്ങനെ നിന്ന് 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 നമുക്കങ്ങനെ അവസാനം സീറ്റ് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോകും, കാരണം ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ആൾക്കാർ നിൽക്കുവാണ്, കണ്ടില്ലേ. കഴിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ പോവുകയും വേണം, സോനുവും നന്ദുവും വീട്ടിലുണ്ടല്ലോ. അങ്ങനെ ഇരുന്ന് നേരെ ഇല ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇനി ഫുഡ് വരും, കഴിക്കാം, വീട്ടിൽ പോകും. അപ്പം തന്നെ സമയം 2 മണി കഴിഞ്ഞു. പിന്നെ അച്ചാർ വന്നു, സാലഡ് വന്ന്, പപ്പടം വന്നു, ചോറിന് കട്ട വെയിറ്റിംഗ് ആയിരുന്നേ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു വെള്ളം ഒഴിച്ചപ്പോഴേ ആ വെള്ളത്തിൻ്റെ കളറ് നമ്മുടെ മഞ്ഞ കളർ. ഞാൻ ഓർത്ത് ഇതിന് ജ്യൂസ് വല്ലതും ആയിരിക്കുമോ. അതും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ, കാരണം ഞാൻ അതിന് മുമ്പ് വന്ന വെള്ളം കണ്ടു, എനിക്ക് വെള്ളം കിട്ടിയില്ല. വെള്ളം കുടിച്ച് നോക്കിയിട്ട് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് വന്ന്. പിന്നെ ചോറ് കണ്ടപ്പോഴത്തേക്ക് ഒരു ആശ്വാസം, ദൈവമേ പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി വീട്ടിലെത്താമല്ലോ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഈ വെള്ളവും വന്നു. ഈ വെള്ളം ഞാൻ ആകെ വിചാരിച്ച ജ്യൂസാണെന്നാണേ, പക്ഷെ ജ്യൂസൊന്നും അല്ല, ഇത് വെറുതെ നമ്മൾ തിളപ്പിച്ച വെള്ളം തന്നെ. പക്ഷെ ഇതിനകത്ത് എങ്ങനെയാ മഞ്ഞ കളർ വന്നെന്നറിയത്തില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പിന്നെ അടുത്തടി കൈ കഴുകുന്നിടത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ബസ് കയറി വീട്ടിലോട്ട് പോകാൻ ഓർത്തു. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെങ്കിലും വീട് പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ, കാരണം വയറ് നിറഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് കിടക്കുക. ചൂട് കാരണം ഇരിക്കാനേ വയ്യ. ഈ കാറ്റടിച്ച സമയത്താണ് ഒരു ചെറിയ ആശ്വാസം കിട്ടിയത്. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്താറായി. ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറേ നടക്കാനുണ്ടല്ലോ. ഞാനങ്ങനെ നമ്മുടെ വാതിലിൽ അവിടെ തന്നെ നിന്ന, വേറെ ആരും എൻ്റെ കൂടെ ഇറങ്ങാനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സോനുവിൻ്റെ കൂട്ടുകാരി ഷെഹനെ കണ്ട്. അവളാണെ തിരിച്ച് എറണാകുളം പോവുകയാണ്. അവൾക്കൊരു ഹായ് ഒക്കെ കൊടുത്ത് നേരെ നടന്ന്. ഞാൻ നടന്ന് ഇങ്ങനെ ആലോചിച്ച് ITPക്കാരൊന്നും തോക്കും കൊണ്ട് നിൽക്കുന്നില്ലേന്ന്. പക്ഷെ ആരെയും കണ്ടില്ല കേട്ടോ, മറ്റേ പട്ടാളക്കാരിങ്ങനെ നിൽക്കുന്നേനെ. അവിടുന്ന് നേരെ നമ്മുടെ വഴി എത്തിയപ്പോൾ ഒരു ആശ്വാസമായിരുന്നു, ഇനി പെട്ടെന്ന് വീടെത്തുമല്ലോ. അപ്പോഴാണ് ഷിയമ്മ വെളിയിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു 3 മണിക്ക് നിങ്ങൾക്ക് എന്താ വെളി പരിപാടിയെന്ന്. നീ എവിടെ പോയാന്ന് ചോദിച്ചു, കല്യാണം പോയ വിശേഷങ്ങളും പറഞ്ഞു. അങ്ങനെ വീടെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.